പാർലമെന്ററി തെരഞ്ഞെടുപ്പിനെ മാധ്യമങ്ങൾ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പാക്കിയോ? വിഷയങ്ങളല്ല, വ്യക്തികളാണ് ഇത്തവണ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിന്നത്. വിമാന ദുരന്തവും ചാനൽ റേറ്റിംഗും ഒരു CNN വിജയഗാഥ. കോടതി വാർത്ത സൃഷ്ടിക്കുന്നു, വാർത്തയാവുകയും ചെയ്യുന്നു. സാൻഡ് ആനിമേഷൻ എന്ന ആഖ്യാന രീതി. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. അങ്ങനെ 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനത്തോടടുക്കുകയായി. ഏപ്രിൽ 7 തുടങ്ങി മെയ് 12 വരെ 9 വോട്ടെടുപ്പ് ഘട്ടങ്ങളുള്ള ഏറ്റവും നീണ്ട തെരഞ്ഞെടുപ്പ്. India's most watched news anchor packs a power punch on counting day. The most amazing thing in this election for me has been your involvement. That is why I need you people, you youngsters, girls like Election special bulletin. भेदभाव करती है केजरीवाल जी के साथ. Talk about. No, answer the question that is being asked. You can't. जान बैठिए आप. कैमरे पे पकड़ा गया बॉस, देना चाहिए ना पानी. अरे यार, अभी आप नहीं देखा लोगे ना क्या करना है. जाइए वहाँ पे, मैं आ रहा हूँ. वो बोलता है ना, वो सब झूठे. आप धमकी देगा, मैं आपसे बात नहीं करूँगा. As the nation's next prime minister, and what does the future hold for the country? Al Jazeera will be live on the ground with the result. बनारस वालों, मुझे पहचानो, कहाँ से आया, मैं हूँ कौन. बनारस वालों, मुझे पहचानो, कहाँ से आया, मैं हूँ कौन. मैं हूँ कौन, मैं हूँ कौन, मैं हूँ कौन. मोदी 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 मोदी. Welcome to CNN IB and Microsoft Election Analytics Center. So far you've seen opinion polls, you've seen data crunching being done in multiple ways, you've seen ground reportage for elections. Now for the first time ever in the history of Indian media, we are presenting before you an initiative which maps out. മാധ്യമങ്ങൾ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ പങ്കുവഹിച്ചു. ചർച്ചകൾ, സംവാദങ്ങൾ, അഭിപ്രായ വോട്ടെടുപ്പുകൾ, പ്രചാരണ റിപ്പോർട്ടുകൾ, പോളിംഗ് വിശേഷങ്ങൾ, പത്രങ്ങളിൽ, ചാനലുകളിൽ, സോഷ്യൽ മീഡിയയിൽ. തെരഞ്ഞെടുപ്പിൽ വിഷയമാകേണ്ടിയിരുന്ന പ്രശ്നങ്ങൾ പലതുണ്ട്. സാമൂഹിക നീതിയും സുരക്ഷയും, വിലക്കയറ്റം, വികസനം, അഴിമതി, ചൂഷണം, അങ്ങനെ പലതും. പക്ഷെ മാധ്യമങ്ങൾക്ക് ഈ വിഷയങ്ങൾ വേണ്ടും വിധം കൈകാര്യം ചെയ്യാനായി എന്ന് പറയാൻ വയ്യ. ഒന്നാമത്, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വ്യക്തി അധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പാണ് ഇത്. BJP ഒരാളെ മുൻകൂട്ടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഒരു കാരണം. മാത്രമല്ല, പാർലമെന്ററി വ്യവസ്ഥയ്ക്ക് മേൽ US മോഡലിലുള്ള പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ പ്രചാരണ ശൈലി കൊണ്ടുവന്നു. ഈ ചൂണ്ടയിൽ എല്ലാവരും കൊത്തി. മാധ്യമങ്ങളിൽ മോദിയും മറ്റുള്ളവരും എന്ന ചർച്ചയിലെത്തി കാര്യങ്ങൾ. പാർട്ടികളുടെ പ്രകടന പത്രികകളോ നയപരിപാടികളോ കാര്യമായ ചർച്ചയായില്ല. പകരം നേതാക്കൾ തമ്മിലുള്ള വാക്പോരും തർക്കങ്ങളും തലക്കെട്ട് പിടിച്ചു. പത്രങ്ങളിലെ തെരഞ്ഞെടുപ്പ് പേജുകൾ നോക്കുക. നേതാക്കളുടെ വഴക്കുകളാണ് മിക്ക തലക്കെട്ടുകളും. ഡൽഹിയിലെ സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് CMS നടത്തിയ പഠനം വ്യക്തി കേന്ദ്രിത പ്രചാരണത്തിലെ അസമത്വം കാണിക്കുന്നു. പ്രൈം ടൈം ചാനൽ വാർത്തകളുടെ 40% നരേന്ദ്രമോദിക്ക് കിട്ടി. അരവിന്ദ് കെജ്രിവാളിന് 10%-ലേറെ, രാഹുൽ ഗാന്ധിക്ക് 5%-ൽ താഴെ. പ്രശ്നങ്ങൾക്ക് പകരം വ്യക്തികളിലേക്ക് മാധ്യമ ശ്രദ്ധ ചെന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഗതിയെ തന്നെ ബാധിക്കാൻ പോകുന്നതാണ് എന്നർത്ഥം. ഹിന്ദി വാർത്താ ചാനലുകളായ ആജ് തക്, ABC ന്യൂസ്, സി ന്യൂസ് എന്നിവയും ഇംഗ്ലീഷ് ചാനലുകളായ NDTV 24/7-ഉം CNN IBN-ഉമാണ് CMS പരിശോധിച്ചത്. വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ് എല്ലാം. മലയാളമടക്കം പ്രാദേശിക ചാനലുകളിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള വാർത്തകൾക്ക് തന്നെ മുൻതൂക്കം. മാധ്യമങ്ങൾക്ക് ജനായത്ത സംവാദങ്ങൾ ആഴത്തിൽ നടത്താൻ കഴിയാതിരുന്നതിന് മറ്റൊരു കാരണം തെരഞ്ഞെടുപ്പ് 9 ഘട്ടങ്ങളിലായി നീണ്ടുകിടന്നതാണ്. ദേശീയ വിഷയങ്ങൾ അപ്രത്യക്ഷമായി. ഓരോ ഘട്ടത്തിലും പോളിംഗ് നടക്കുന്ന ഇടങ്ങളിലെ പ്രാദേശിക പ്രശ്നങ്ങൾ ചൂടുള്ള വിഷയമായി. ചിലയിടത്ത് ജാതി കാർഡ്, ചിലയിടത്ത് വർഗീയത, വടക്ക് കിഴക്കൻ മേഖലയിൽ ബംഗ്ലാദേശി പ്രശ്നം, സീമാന്ധ്രയിൽ തെലങ്കാന പ്രശ്നം എന്നിങ്ങനെ. മൂന്നാമത്, ഇത്ര നീണ്ട തെരഞ്ഞെടുപ്പിൽ ഉടനീളം രസച്ചരട് നിലനിർത്താൻ മാധ്യമങ്ങൾക്ക് വല്ലാതെ അധ്വാനിക്കേണ്ടി വന്നു. Mrs. Vadra is very upset that people are not coming and meeting her. തെരഞ്ഞെടുപ്പിനെ മൊത്തമായി തന്നെ ഒരു എന്റർടൈൻമെന്റ് ആക്കുകയായിരുന്നു പലരും. തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്ത സ്ലഗ് ഡാൻസ് ഓഫ് ഡെമോക്രസി എന്നാണ്. ജനകീയ പ്രശ്നങ്ങളെക്കാൾ കൗതുക വാർത്തകൾക്ക് പ്രാധാന്യം കിട്ടി.
ഇത്തരം ചുറ്റുപാടിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവഗണിക്കപ്പെട്ടു. വിലക്കയറ്റമെന്ന വിഷയം പലരും തൊട്ടില്ല. കോർപ്പറേറ്റുകളുടെ വർദ്ധിച്ച സ്വാധീനം വെറും ആം ആദ്മി പ്രചാരണങ്ങളിൽ ഒതുങ്ങി. ഏറ്റവും ചെലവേറിയ ഈ തെരഞ്ഞെടുപ്പിലെ വ്യക്തിയധിഷ്ഠിത പ്രചാരണം മാത്രമല്ല അമേരിക്കൻ മോഡലിലായത്. വൻകിട കോർപ്പറേറ്റുകൾ വൻതോതിൽ പണമിറക്കി എന്നതുകൂടിയാണ്. മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടിയിരുന്ന വിഷയമാണ് ഇത്. അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, ഈ രംഗത്തെ വലിയൊരു സംഭവം പലരും കണ്ടതുപോലുമില്ല. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 95% പ്രവർത്തനങ്ങളും റിലയൻസ് മണി ഇൻഫ്രാസ്ട്രക്ചറിന് കൈമാറുന്ന ഒരു രഹസ്യ കരാറാണ് സംഭവം. ഏപ്രിൽ 30-ന് ദേശാഭിമാനിയും മാധ്യമവും അടക്കം ഏതാനും പത്രങ്ങൾ മാത്രമാണ് മലയാളത്തിൽ ഇത് പ്രാധാന്യപൂർവ്വം കൊടുത്തത്. ദേശാഭിമാനി ഇത് ലീഡാക്കുകയും എഡിറ്റോറിയൽ എഴുതുകയും ചെയ്തു. മീഡിയ വൺ ചർച്ച സംഘടിപ്പിച്ചു. ഇതുപോലെ പരമപ്രധാനമായ ഒരു മേഖലയിലേക്കുള്ള ഔട്ട്സോഴ്സിംഗ് കരാർ നൽകാൻ മാത്രം എന്ത് ശേഷിയാണ്, എക്സലൻസ് ആണ് ഇപ്പറയുന്ന അനിൽ അംബാനിയുടെ കമ്പനി കാണിച്ചിട്ടുള്ളത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? സ്വാഭാവികമായും ജീവനക്കാർക്കും അതുവഴി നേർക്കുനേരെ നാട്ടുകാരുമായി ബന്ധപ്പെടുന്ന ഈ ഓരോ ഇന്ത്യക്കാരൻ്റെയും ബാങ്കർ എന്നൊക്കെ പരസ്യപ്പെടുത്തുന്ന ഈ ബാങ്കിന് സ്വാഭാവികമായും എത്ര ശതമാനം ഉടമസ്ഥാവകാശം സർക്കാർ നിക്ഷിപ്തമായിരുന്നാൽ പോലും അതിൻ്റെതായ ക്ഷീണമുണ്ടാവും എന്നത് വസ്തുത തന്നെയല്ലേ? ഏപ്രിൽ ഒടുവിൽ തന്നെ ഉണ്ടായ മറ്റൊരു റിലയൻസ് ധാർഷ്ട്യവും മാധ്യമങ്ങൾ അവഗണിച്ചു. ഗ്യാസ് വാസ് ക്രോണി ക്യാപിറ്റലിസം ആൻഡ് ദി അംബാനീസ് എന്ന പുസ്തകത്തിനെതിരെ അംബാനിമാർ യുദ്ധത്തിനിറങ്ങി. ഭരണത്തിൽ റിലയൻസ് കമ്പനികൾ എങ്ങനെയെല്ലാം സ്വാധീനമുറപ്പിച്ചു എന്ന് രേഖയും കണക്കും വെച്ച് വിവരിക്കുന്നതാണ് പുസ്തകം. പത്രപ്രവർത്തകനായ പരിഞ്ജയ് ഠാക്കുർത്ത, സുബീർ ഘോഷ്, ജ്യോതിർമയ് ചൗധരി എന്നിവരാണ് പുസ്തകം എഴുതിയത്. പക്ഷേ പ്രസിദ്ധപ്പെടുത്തിയ ഉടനെ അനിൽ അംബാനിയും മുകേഷ് അംബാനിയും മാറി മാറി 3 വക്കീൽ നോട്ടീസ് അവർക്കെതിരെ കൊടുത്തിരിക്കുന്നു. പുസ്തകം പിൻവലിക്കുക, ശതകോടികൾ നഷ്ടപരിഹാരം കൊടുക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. മാധ്യമ സ്വാതന്ത്ര്യത്തിനും ജനായത്ത സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ഈ ഭീഷണി മാധ്യമങ്ങൾ കണ്ടമട്ടില്ല. കൂടുതലായി വരാനിരിക്കുന്ന ഭീഷണി കൂടിയാണ് ഇത്. ഏപ്രിൽ 10-ന് കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നു. പിന്നെ ഫലപ്രഖ്യാപനം വരുന്ന മെയ് 16 വരെ മാധ്യമങ്ങൾക്ക് ഇലക്ഷൻ സംബന്ധിച്ച് വലുതായി ഒന്നും ചെയ്യാനില്ല. പല മലയാള പത്രങ്ങളും പ്രത്യേക തെരഞ്ഞെടുപ്പ് പേജ് ഉപേക്ഷിച്ചു. മറ്റുള്ളവ വെട്ടിക്കുറച്ചു. മാതൃഭൂമിയും മലയാള മനോരമയും മാധ്യമവും മറ്റും ഇതര സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ വിശേഷങ്ങൾ ധാരാളം തന്നുകൊണ്ടിരുന്നു. ചാനലുകളും നിയോജക മണ്ഡലങ്ങളിൽ ലേഖകരെ അയച്ച് വാർത്തകൾ എടുത്തു. Because people of this particular constituency are quite fed up of the false promises made by the Congress party. मेरी आप सबको बहुत-बहुत शुभकामनाएं हैं. വർണ്ണവർഗ ഭാഷയ്ക്ക് അതീതമായ കൂട്ടായ്മകൾ രാജ്യത്തുണ്ടാകേണ്ടതിന്റെ ആവശ്യം ചടങ്ങിൽ LK അദ്വാനി വ്യക്തമാക്കി. CPIM ജനവിരുദ്ധ നയങ്ങളിലൂടെ നഷ്ടപ്പെടുത്തിയ സിംഗൂരിന്റെ ഇന്നത്തെ ദുരവസ്ഥ. ഗാന്ധിജിയുടെ നാട്ടിൽ മത്സരിക്കുന്നത് ക്രിമിനൽ നേതാക്കൾ തുടങ്ങി ഗൗരവതരമായ റിപ്പോർട്ടുകൾ മുതൽ മമ്മൂട്ടിയും മോഹൻലാലും വോട്ട് ചെയ്യാത്തതും കാവ്യമാധവൻ വോട്ട് ചെയ്തതും വരെ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ ഭാഗമാക്കി പത്രങ്ങൾ. പലപ്പോഴും അവ സാക്ഷികളോ വാർത്ത തരുന്നവരോ മാത്രമായിരുന്നില്ല. പെയ്ഡ് ന്യൂസ് വഴിയും അല്ലാതെയും പ്രചാരണങ്ങളിൽ മാധ്യമങ്ങൾ ഭാഗഭാക്കായി എന്നത് വസ്തുതയാണ്. DNA ഓൺലൈൻ പത്രം മോദിക്കെതിരായ ഒരു വസ്തുനിഷ്ഠ ലേഖനം മണിക്കൂറുകൾക്കകം പിൻവലിച്ചത് ഏപ്രിൽ ഒടുവിലാണ്. മോദിയെപ്പറ്റിയുള്ള 9 കെട്ടുകഥകൾ രേഖകൾ ഉദ്ധരിച്ച് പൊളിച്ചു കാട്ടുന്നതായിരുന്നു ലേഖനം. രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് പത്രം അത് പിൻവലിച്ചതെന്ന് ലേഖകൻ ഷഹസാദ് പൂനാവാല ആരോപിക്കുന്നു. പത്രം പ്രതികരിച്ചിട്ടില്ല. താരതമ്യേന ആഴത്തിലുള്ള ലേഖനങ്ങൾ ആനുകാലികങ്ങളിൽ വന്നു. എങ്കിലും പത്രങ്ങൾ എഴുതി മടുപ്പിച്ച തെരഞ്ഞെടുപ്പിനെ മലയാള വാരികകൾ പിന്നീട് അകറ്റി നിർത്തിയ പോലെ. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഇംഗ്ലീഷ് വാരികകൾ പൊതുവെ തെരഞ്ഞെടുപ്പ് കവർ സ്റ്റോറിയാക്കിയപ്പോൾ മലയാളത്തിലുള്ളവ മറ്റു വിഷയങ്ങളിലേക്കാണ് തിരിഞ്ഞത്. ഫ്രണ്ട് ലൈൻ മോദി തരംഗം ഇല്ലെന്ന് സമർത്ഥിക്കുന്നു. കാരവാൻ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. ഇന്ത്യ ടുഡേയും ഔട്ട്ലുക്കും ദ വീക്കുമൊക്കെ ഇലക്ഷനിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു. അതേസമയം മലയാളത്തിലോ തെരഞ്ഞെടുപ്പിനപ്പുറവും വിഷയമുണ്ടെന്ന് അവ തെളിയിക്കുന്നു. സമകാലിക മലയാളം വാരികയ്ക്ക് മുഖ്യ വിഷയം പശ്ചിമഘട്ടവും ഗാഡ്ഗിൽ റിപ്പോർട്ടുമാണ്. മാധ്യമം ആഴ്ചപ്പതിപ്പ് TP വധം ദലിതനിൽ ചാർത്തി ഒഴിയുന്ന CPMന്റെ സമീപനത്തെ ചോദ്യം ചെയ്യുന്നു. മാവോവാദികളെന്ന് പേരിട്ട് പൊതുപ്രവർത്തകരെ വേട്ടയാടുന്നതിനെയും ചോദ്യം ചെയ്യുന്നു. മാവോവാദി വേട്ട മാതൃഭൂമി ആഴ്ചപ്പതിപ്പും കൈകാര്യം ചെയ്യുന്നുണ്ട്. നിത്യചൈതന്യതയാണ് അതിലെ പ്രധാന കവർ സ്റ്റോറി. ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് മദ്യാസക്തി എന്ന വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കലാകൗമുദി വാരിക പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് എന്ന വിഷയത്തെയും. ഏതായാലും സമയം ധാരാളം കിട്ടിയെങ്കിലും തെരഞ്ഞെടുപ്പിനെ ജനായത്ത സംവാദങ്ങൾക്കുള്ള സന്ദർഭമാക്കുന്നതിൽ മാധ്യമങ്ങൾ വിജയിച്ചു എന്ന് പറയാനാവില്ല.
MH370 ഒരു ദുരന്തം മാത്രമല്ല, സമസ്യയുമാണ്. മാർച്ച് 8-ന് കാണാതായ മലേഷ്യൻ വിമാനം. കാണാതായ ഉടനെ അതിനെന്ത് സംഭവിച്ചിരിക്കാമെന്നതിൻ്റെ ഒരുപാട് സാധ്യതകളും കെട്ടുകഥകളും മാധ്യമങ്ങളിൽ വന്നതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോഴത്തെ സ്ഥിതി എന്താണ്? വിവരം കൂടുതലായൊന്നും കിട്ടിയില്ല, എന്നാലോ ഊഹാപോഹങ്ങൾ കൂടി. മെയ് 1-ന് മലേഷ്യ സർക്കാർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു. ആദ്യത്തെ 4 മണിക്കൂറിൽ എന്തെല്ലാം അന്വേഷണങ്ങൾ നടത്തി എന്നാണ് അതിൽ വിവരിക്കുന്നത്. വിമാനത്തിൽ നിന്ന് കേട്ട അവസാന സംഭാഷണങ്ങളുടെ ഓഡിയോയും പുറത്തു വന്നു. Recommendation would be to actually move the ships with the pinger locators very much closer. എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും അമേരിക്കൻ മാധ്യമങ്ങൾ സർവേ നടത്തുമെന്ന് ഉറപ്പാണ്. വിമാനത്തെ തിരയുന്നതിന്റെ റിപ്പോർട്ടുകൾ മാത്രമല്ല CNN കൊടുത്തത്. അവർ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി വിമാനത്തിന് എന്ത് സംഭവിച്ചിരിക്കാമെന്ന് അമേരിക്കക്കാരോട് ആണ് അവർ ചോദിച്ചത്. ഒരു ശരിയായ ഉത്തരം കിട്ടാനാണെങ്കിൽ ഈ സർവേ നിരർത്ഥകമാണ്. പക്ഷേ ജനങ്ങൾ എന്തൊക്കെ തരത്തിൽ ചിന്തിക്കാമെന്ന് അത് പറഞ്ഞു തരുന്നു. ചാനലിന് റേറ്റിംഗ് കൂട്ടാനൊരു മാർഗവും. A good strong effort. There's a lot of countries helping out. Some of the most ജനങ്ങളുടെ ചിന്ത കാട് കയറിയ രീതികൾ പലതാണ്. ഭീകരർ റാഞ്ചിയെന്നും ഇൻഷുറൻസ് തുക തട്ടാൻ ആരോ ചെയ്തതാണെന്നും വൈമാനികർ ആത്മഹത്യ ചെയ്തതാണെന്നും മറ്റും. ജപ്പാൻ ടൈംസ് വീക്ക്ലിയുടെ എഡിറ്ററായിരുന്ന യോച്ചി ഷിമാൻസു എന്ന ശാസ്ത്രജ്ഞൻ വിമാന തിരോധാനത്തിന് പിന്നിൽ മൊസാദാണെന്ന് പറയുന്നു. തിരോധാനം വാർത്തയായ സമയത്ത് തന്നെയാണ് ഇസ്രായേലിന്റെ എംബസികൾ അസാധാരണമായ വിധം അടച്ചിട്ടത്. നയതന്ത്ര ജീവനക്കാർ പണിമുടക്കിയതാണെന്ന വിശദീകരണം അദ്ദേഹം വിശ്വസിക്കുന്നില്ല. കാണാതായ തരം വിമാനം ജോഡികളായിട്ടാണത്രേ ബോയിങ് കമ്പനി നിർമ്മിക്കാറ്. മലേഷ്യക്ക് കൊടുത്തതിന്റെ ജോഡി രഹസ്യമായി ഇസ്രായേലിന് വിറ്റു. കാണാതായ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇറാൻകാരെ ചുറ്റിപ്പറ്റി കഥകൾ ഉണ്ടാക്കുകയും അതേസമയം വിമാനത്തിൽ നിന്ന് അതിപ്രധാനമായ ഇലക്ട്രോണിക് ചിപ്പ് തട്ടിയെടുക്കുകയും എന്ന തന്ത്രമാണ് പ്രയോഗിച്ചതെന്ന് ലേഖകൻ. അദ്ദേഹത്തിൻ്റെ വിശദമായ ലേഖനം rens.com-ൽ. വിമാനം കടലിനടിയിൽ മറഞ്ഞതാവാമെന്ന് കരുതുന്നവർ ധാരാളം. തിരച്ചിലിൽ കാണാതെ പോകുന്നത് കടൽ വെള്ളത്തിൽ അത്രയേറെ മാലിന്യമുള്ളതുകൊണ്ടാവാം. ഏതായാലും വിമാനത്തിന്റെ തിരോധാനം മുതലെടുത്ത ചാനലുകളിൽ മുൻനിരയിലാണ് CNN. Like the 777. Could deadly battery fumes or an oxygen shortage have actually turned Flight 370 into what some are calling a zombie plane? A lot of people have been asking about that, about black holes and on and on and on and all of these conspiracy theories. A small black hole would suck in our entire universe, so we know it's not that. Bermuda Triangle is often weather, and Lost is a TV show. Well, now a new piece of cable coverage debris has caught our eye. That flight simulator you saw there with Martin Savage trapped inside since March 17 was Plan B for CNN. സംഭവം നടന്ന ഉടനെ തിരച്ചിലിന് ഇറങ്ങിയ അവർ ഒടുവിൽ അമേരിക്കക്കാരോട് അഭിപ്രായം ചോദിക്കുന്നു. വിമാനം എവിടെ പോയതാവാമെന്ന്. 51% പേർ പറഞ്ഞു ഇന്ത്യ സമുദ്രത്തിൽ എവിടെയോ ആണ് എന്ന്. വിമാനത്തിലുള്ളവർ ജീവിച്ചിരിപ്പുണ്ടാകാമെന്ന് 20% പേർ കരുതുന്നു. 9% പേർ കരുതുന്നത് അന്യഗ്രഹ ജീവികളാരോ വന്ന് വിമാനം തട്ടിയെടുത്തു എന്നത്രേ. വിമാനം കാണാതായതിൽ പിന്നെ CNN-ന്റെ പ്രചാരം 84% വർദ്ധിച്ചു എന്ന് നീൽസൺ റേറ്റിംഗ് കമ്പനി അറിയിക്കുന്നു. 1991-ലെ ഇറാഖ് യുദ്ധത്തിന് ശേഷം CNN ഇത്ര പ്രചാരം ആർജിക്കുന്നത് ഇപ്പോഴാണത്രേ. CNN അന്വേഷിച്ചതുകൊണ്ട് വിമാനത്തെപ്പറ്റി വലിയ വിവരമൊന്നും കിട്ടിയില്ലെങ്കിലും അവർക്ക് പ്രയോജനമുണ്ടായി. ദുരന്തം എല്ലാവർക്കും ദുരന്തമാകണമെന്നില്ല എന്നർത്ഥം. അന്യഗ്രഹ ജീവികൾ വന്ന് വിമാനം തട്ടിയെടുത്തു എന്ന് കരുതുന്നവർ 9% മാത്രമാണെങ്കിലും അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള വിശ്വാസം അമേരിക്കക്കാരിൽ പടരുന്നു എന്നതാണ് ഒരു അനുബന്ധ വാർത്ത. 2012-ൽ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ ഒരു സർവേ നടത്തി. അതിലെ കണ്ടെത്തൽ കൗതുകകരമായിരുന്നു. അന്യഗ്രഹ ജീവികൾ പലപ്പോഴായി ഭൂമിയിൽ വന്നു എന്ന് 36% അമേരിക്കക്കാർ വിശ്വസിക്കുന്നു. ഇപ്പോഴിതാ ചന്ദ്രനിൽ കാൽ കുത്തിയ 12 പേരിൽ ഒരാളായ എഡ്ഗർ മിച്ചൽ പറയുന്നു അന്യഗ്രഹ ജീവികൾ പലതവണ ഭൂമിയുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. 60 വർഷമായി നാസയും US സർക്കാരും മറ്റും ഇത് മറച്ചു വെക്കുകയാണത്രേ. ഏതായാലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ അവകാശവാദത്തിന് വില കൽപ്പിച്ചിട്ടില്ല.